16 വയസ്സിൽ താഴെയുള്ളവർ ഇനി സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്. ഓസ്ട്രേലിയയിൽ പുതിയ നിയമം പ്രാബല്യത്തിലായിരിക്കുകയാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, യൂട്യൂബ്, സ്നാപ്ചാറ്റ്, എക്സ്, റെഡിറ്റ്, ത്രെഡ്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് പൂർണ്ണമായും പ്രവേശനം നിരോധിച്ച ആദ്യത്തെ രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ. ടെക് ഭീമന്മാരിൽ നിന്ന് വീടിന്റെ അകത്തളങ്ങളുടെ അധികാരം തിരികെ പിടിക്കാൻ കുടുംബങ്ങൾക്ക് ലഭിക്കുന്ന സുവർണ അവസരമാണിതെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അഭിപ്രായപ്പെട്ടു. ഓസ്ട്രേലിയയുടെ പാത പിന്തുടർന്ന് കൂടുതൽ രാജ്യങ്ങൾ ഈ നിയമം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നുണ്ട്. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ വിലക്കുന്ന നിയമം മറ്റ് രാജ്യങ്ങളെ സ്വാധീനിക്കുമോ? കൂടുതൽ വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഓസ്ട്രേലിയൻ പാർലമെന്റ് 2024 നവംബറിൽ പാസാക്കിയ ഓൺലൈൻ സേഫ്റ്റി അമെൻഡ്മെന്റ് ആക്ട് പ്രകാരമാണ് പുതിയ നടപടി. ഈ വർഷം ഡിസംബർ 10-നാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. 16 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് പുതിയ അക്കൗണ്ടുകൾ ഉണ്ടാക്കാനോ നിലവിലുള്ളവ ഉപയോഗിക്കാനോ അനുവാദമില്ല. ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നുവെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നു. കുട്ടികളെ ബുള്ളി ചെയ്യുക, ബോഡി ഷെയിം ചെയ്യുക, ഉറക്കക്കുറവ്, പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക തുടങ്ങി പല പ്രശ്നങ്ങളും ചെന്നു നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലായിരിക്കും. തുടർന്ന് 2023 തന്നെ ഓസ്ട്രേലിയൻ സർക്കാർ സോഷ്യൽ മീഡിയ സുരക്ഷാ നിയമങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു. കുട്ടികളുടെ ഭാവി സംരക്ഷിക്കാനുള്ള ഓസ്ട്രേലിയയുടെ ചരിത്രപരമായ നടപടിയാണിതെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. നടപ്പാക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യുക്തിസഹമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ പ്രായം പരിശോധിക്കാനുള്ള സംവിധാനം കൊണ്ടുവരുമെന്നും സെൽഫി, ID അപ്ലോഡ്, ബാങ്ക് ഡീറ്റെയിൽസ് എന്നിവ ഉപയോഗിച്ച് പ്രായം പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിയമം പാലിക്കാത്ത പ്ലാറ്റ്ഫോമുകൾക്ക് $33 മില്യൺ വരെ പിഴ ചുമത്തിയേക്കാം. മെറ്റയും ടിക്ടോക്കും ഗൂഗിളും സഹകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ സർക്കാരിന്റെ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ഒടുവിൽ മസ്കിന്റെ എക്സും വ്യക്തമാക്കി. ഇതിനകം തന്നെ 20,000-ലധികം ടിക്ടോക്ക് അക്കൗണ്ടുകൾ ഡീആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞു. ഓസ്ട്രേലിയയിൽ നിന്നുള്ള 25 ലക്ഷത്തോളം കൗമാരക്കാർ ഇതിനകം സമൂഹ മാധ്യമങ്ങൾക്ക് പുറത്തായിട്ടുണ്ട്. ഇതൊരു നിരോധനമല്ല, ഡിലേ ആണെന്നാണ് അധികൃതർ പറയുന്നത്. അതായത് 16 വയസ്സ് പൂർത്തിയാകുന്നത് വരെ സോഷ്യൽ മീഡിയ ഉപയോഗം വൈകിപ്പിക്കുക. യൂട്യൂബ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് ഇല്ലാതെ വീഡിയോ ഒക്കെ കാണാനാകും. പക്ഷെ പോസ്റ്റ് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. നിയമം ലംഘിച്ചാൽ കുട്ടികൾക്കോ രക്ഷിതാക്കൾക്കോ അല്ല, പ്ലാറ്റ്ഫോമുകൾക്കാകും ശിക്ഷ ലഭിക്കുക. കുട്ടികളുടെ സുരക്ഷയ്ക്കായുള്ള ലോകത്തിലെ ആദ്യത്തെ നിയമമാണിതെന്ന് സേഫ്റ്റി കമ്മീഷണർ ജൂലി ഹിൻമാൻ ഗ്രാൻഡ് പറഞ്ഞു. നിരോധനം പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ക്രിസ്മസിന് മുൻപ് റിപ്പോർട്ട് നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ പിന്തുണയാണ് തീരുമാനത്തിന് ഓസ്ട്രേലിയയിലെ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. രാജ്യത്ത് വലിയ സാംസ്കാരിക സാമൂഹിക മാറ്റങ്ങൾക്ക് ഇതോടെ തുടക്കമാകുമെന്നും ഓൺലൈൻ കുറ്റകൃത്യങ്ങളിൽ വലിയ കുറവുണ്ടാക്കാൻ കഴിയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ആന്റണി ആൽബനീസ് പറഞ്ഞു. എന്നാൽ ഇത് പൂർണ്ണമായും നടപ്പിലാക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ്. കുട്ടികൾ VPN ഉപയോഗിച്ച് വീണ്ടും അക്കൗണ്ടുകൾ ഉപയോഗിച്ച് തുടങ്ങിയേക്കാം. എന്നാൽ തുടർച്ചയായ നിരീക്ഷണത്തിലൂടെ ഇത് പരിഹരിക്കാനാകുമെന്നാണ് ഓസ്ട്രേലിയൻ സർക്കാർ പറയുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഓസ്ട്രേലിയൻ മോഡൽ നിരീക്ഷിച്ചു വരികയാണ്. UK-യിൽ 13 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ബാൻ നിലവിലുണ്ടെങ്കിലും അത് 16 വയസ്സ് വരെ വ്യാപിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ന്യൂസിലൻഡ് ഈ വർഷം മെയ്യിൽ സമാന നടപടി നിർദ്ദേശിച്ചിരുന്നു. മലേഷ്യ 2026 മുതൽ 16-ന് താഴെയുള്ളവർക്ക് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡെൻമാർക്ക് 15 വയസ്സിൽ താഴെയുള്ളവർക്ക് നിരോധനം ഏർപ്പെടുത്താനും പദ്ധതിയിടുന്നുണ്ട്. യൂറോപ്പിലെ റെഗുലേറ്ററുകൾ സമാന നടപടികൾ ചർച്ച ചെയ്തു വരികയാണ്. ഇന്ത്യയിലും ഈ വിഷയം വലിയ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യയിലെ OTT പ്ലാറ്റ്ഫോമുകളിൽ ആധാർ ബയോമെട്രിക് വെരിഫിക്കേഷൻ ഉൾപ്പെടുത്തണമെന്ന് വരെ നിർദ്ദേശം വരുന്നുണ്ട്. സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയം സോഷ്യൽ മീഡിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് ചർച്ചകൾ നടത്തി വരികയാണ്.